ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഫ്രൈഡേ ആയതാണ് ഓഫീസിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഓഫീസിൽ പോകണമായിരുന്നു. വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഒരു 1:30 ആയപ്പോഴാണ് ഞങ്ങൾ കഫ്തീരിയയിൽ വന്നത്. അപ്പോൾ നമ്മളിന്ന് ഫുഡൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഇതെന്റെ ഫ്രണ്ട് സഹല ഊണാണ് വാങ്ങിയത്. ലഞ്ചിന് ചമ്മന്തി, പയർത്തോരൻ, ഇതിന്റെ പേരറിയില്ല, തൈര്, ചോറ്, സാമ്പാർ, പപ്പടം, പിന്നെ പായസം. ഇപ്പൊ ഇതാ പറഞ്ഞത് ഞാനല്ല, അത് സഹലയാണ്. ഞങ്ങൾ സെയിം ടീമാണ്, അതുപോലെ നമ്മൾ സെയിം വൈബുമാണ്. എല്ലാ ദിവസവും എന്ന് വെച്ചാൽ ഓഫീസിൽ നല്ല തിരക്കാണ്. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയത് കാരണം തിരക്ക് നല്ല കുറവാണ്. അതുകൊണ്ട് തന്നെ AC-യുടെ പവർ നല്ല കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഹുഡിയൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല കോൾഡും ഉണ്ട്, എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. പക്ഷേ എന്നാലും ബിരിയാണി കഴിക്കാണ്ടിരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അത് കാരണം ഞാൻ ദാ ബിരിയാണിയൊക്കെ എടുത്ത്, പപ്പടമൊക്കെ എടുത്ത്, പിന്നെ ദാ അച്ചാർ, ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ, അതെൻ്റെ ഫേവറേറ്റ് ആണ് ബിരിയാണിയുടെ ഒപ്പം. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് എനിക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഹാഫ് ബിരിയാണിയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഹാഫ് ബിരിയാണിയിൽ ഇതാ 2 ചിക്കൻ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഹാപ്പി. അങ്ങനെ ഫുഡെല്ലാം എന്താ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ സെൽഫി വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ തന്നെ ജലദോഷത്തിൽ ലുക്കിൽ എന്നെ എങ്ങനെ ഉണ്ട് കാണാൻ എന്നൊക്കെ നോക്കുന്നു. പിന്നെ empty സീറ്റ്സ് എല്ലാം കണ്ട അത്ഭുതത്തോടെ നോക്കുന്ന ഞാൻ, കാരണം ഇതൊക്കെ വളരെ VIP ചെയേഴ്സ് ആണ്, സാധാരണ കിട്ടാൻ എന്ത് പാടാന്ന്. ഞങ്ങളുടെ കഫ്തീരിയയിൽ ഈ ലൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അത് നല്ല ഇങ്ങനെ വാം ലൈറ്റ്സ് ഒക്കെ ഇടുമ്പോൾ നല്ല രസമാണ്. അങ്ങനത്തെ വർക്കിംഗ് സ്പേസിൽ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദേ ഗോകുല് വന്നിരിക്കുന്നു. അവന്റെ ഫൈനൽ ഡേ ആണ് ഇന്ന്. സോ അവനോടൊരു ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 5:30 ആയപ്പോൾ ഓഫീസിൽ തന്നെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാൻ വീട്ടിൽ പോകുന്ന ചോദിച്ചു. എനിക്ക് നല്ല രീതിയിൽ ജലദോഷമൊക്കെ ഉള്ള കാരണം ആ വിക്സ് ഒക്കെ ഒന്ന് മൂക്കിൽ തേച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടി. പിന്നെ ഇതാ എൻ്റെ ലാപ്ടോപ്പും ബാണ്ടവും എല്ലാം എടുത്ത് ബാഗിൽ വെച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ. പൊതുവെ എനിക്ക് എല്ലാവരും ഉള്ളപ്പോൾ ഓഫീസിൽ വരാനാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് 3 ദിവസം ഓഫീസിൽ വന്നില്ലെങ്കിൽ ലീവ് ആകും. അപ്പം എനിക്ക് ഇന്നും കൂടി വരണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. പിന്നെ സഹലയുള്ളത് കാരണം സാധാരണ ഈ സമയത്തൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷെ ഇന്ന് അല്പം ചൂടുണ്ടായിരുന്നു, 25 ഡിഗ്രി ഒക്കെ. അയ്യോ, എനിക്കിതാ ഹുഡി ഇട്ടിട്ട് ചൂടെടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് പോവാട്ടോ. നോർമലി ഓരോരുത്തരെ നിൽക്കണ അനുസരിച്ച് ഓരോ ഫ്ലോറിൽ നിർത്തിയല്ലേ പോകുന്നത്. ഞാൻ മാത്രം 12ന് നേരെ 0 എത്തി. ചുമയെല്ലാം ഉണ്ട്. അങ്ങനെ ഓഫീസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ആഫ്റ്റർ വർക്ക് ഡേ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ഹാപ്പിനെസ് തന്നെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ട് മാത്രമല്ല ഫ്രൈഡേയും കൂടി ആയിക്കഴിയുമ്പോൾ ഇനി 2 ദിവസം ഹോളിഡേ, ഇതെല്ലാം ആലോചിച്ച് വീട്ടിലോട്ട് പോകുന്നൊരു സുഖം അത് വേറെ തന്നെയാണ്. എൻ്റെ സ്കൂട്ടർ ഇരിക്കുന്നു. അപ്പം ഞാൻ വീട്ടിലോട്ട് പോവാം. പിന്നെ എനിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും എങ്ങനെയാണല്ലേ ഇപ്പം പെട്രോൾ ടാങ്കുകളൊക്കെ പെട്രോൾ പമ്പിലുള്ളത്. ഞാൻ അതും മനസ്സിലാക്കി. എന്നിട്ട് പെട്രോൾ അടിക്കാനായിട്ട് ഇവിടെ കയറി പെട്രോൾ എല്ലാം അടിച്ച് വീട്ടിലെത്തിയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അമ്മയുടെ ചൂടൊരു ചായ കുടിച്ചു. പിന്നെ സ്ക്വിഡ് ഗെയിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് കാണുമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇന്ന് ഫ്രൈഡേ ഈവനിങ് ആണ്. സോ ഞാൻ സ്ക്വിഡ് ഗെയിം ഇരുന്ന് കാണുവാണ് ഗൈസ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബൈ.